ഞങ്ങളേട്ടാ വിജയ്, തളപതി വിജയ്. വിജയുടെ ഗോട്ട് കണ്ടായിരുന്നോ? ഗോട്ട് കണ്ടില്ല. ഞാൻ കണ്ടു. നല്ല ഊളപ്പടം, പറയാതിരിക്കാൻ നിർത്തിയില്ല. എനിക്ക് വിജയ് ഇഷ്ടമൊക്കെ അങ്ങനെ തന്നെ. ഒരു അഭിപ്രായം വന്നോണ്ടാ പിന്നെ ഞാൻ ആണോ? കാണാതിരുന്നത്. ഗോട്ട് നല്ല ഊളപ്പടമാണ്. ലിയോയുടെ ആ ഒരു ലെവലൊന്നും ഇല്ല ഗോട്ട്. ഗോട്ട് വെങ്കട് പ്രഭുവിനെ നമുക്ക് പിടിച്ചടിക്കാൻ തോന്നും അത് കണ്ടു കഴിഞ്ഞാൽ. തമിഴ്നാട്ടിൽ ഹിറ്റ് ആണല്ലോ. തമിഴ്നാട്ടിൽ ഹിറ്റ് ആവാനുള്ള ചേരുവയൊക്കെ ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. തമിഴ്നാട്ടിൽ ഹിറ്റ് ആവാം, കാരണം അജിത്ത് റെഫറൻസ് ഉണ്ട്, ശിവകാർത്തികേയൻ വരുന്നുണ്ട്, കുറെ റെഫറൻസുകൾ അതിനകത്ത് വരുന്നുണ്ട്. തമിഴന്മാർക്ക് അത് പോരെ. ഇപ്പൊ വിജയും അജിത്തും കൂടെ ഒരു പടത്തിൽ ഒരുമിച്ച് വരുന്നത് കേട്ടാൽ മതി, നമ്മൾ ടിക്കറ്റ് എടുക്കും ഇല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പൊ അജിത്തിന്റെ ഒരു റെഫറൻസ് ഉണ്ട്, അജിത്ത് വരുന്നൊന്നുമില്ല, ഒരു റെഫറൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ശിവകാർത്തികേയനുണ്ട്, പിന്നെ വിജയകാന്ത് ഉണ്ട്. വിജയകാന്തിന്റെ ഒക്കെ ആണ് ഭയങ്കര ബോറായിട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വിജയ് ഇതാ രാഷ്ട്രീയത്തിലേക്ക് വരാൻ പോവുകയാണ്. ഇനി തളപതി 69 പ്രഖ്യാപിച്ചു. 69ാമത്തെ ഒരു ചിത്രം കൂടെ ഉള്ളൂ വിജയ്ക്ക്. 275 കോടി രൂപയാണ് വിജയ് അതിന് ഇതായിട്ട് വാങ്ങാൻ പോകുന്നത്. ഏത് നമ്മുടെ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ വിജയ് രാഷ്ട്രീയത്തിൽ കൂടെ വരികയാണല്ലോ. വിജയ് രാഷ്ട്രീയത്തിൽ കൂടെ വരുന്നതുകൊണ്ട് കളിയാക്കൽ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയുടെ ബിനാമി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിജയ്ക്ക് തന്നെയാണോ ഇത്രയും പൈസ കൊടുക്കുന്നത് എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. കാരണം ഈ വിജയ് 275 കോടി രൂപ വാങ്ങുന്നു, 200 കോടി രൂപ വാങ്ങുന്നു. അതിനുള്ള താരമൂല്യം സത്യം പറഞ്ഞാൽ വിജയ്ക്കില്ല. ഇപ്പൊ ലിയോ തന്നെ ഓടിയത് ലോകേഷ് കനകരാജ്, LCU എന്നൊക്കെ പറയുന്ന വലിയ രീതിയിലുള്ള ഹൈപ്പൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ അതിനുള്ള താരമൂല്യം ഇല്ലാത്ത വിജയ് ഇപ്പോൾ ഒരു 275 കോടി വിജയ്ക്ക് മാത്രം കൊടുക്കുന്നു എന്ന് വെച്ചോ. പടത്തിന് പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരു 150 കോടി. അപ്പൊ തന്നെ എല്ലാം കൂടി ചേർത്ത് 400 കോടിയായി. ഇപ്പോൾ 500 കോടി ആയാലും മതി. ഈ 500 കോടി നേടുന്ന പടം പ്രൊഡ്യൂസർക്ക് ഒരു ലാഭം കിട്ടണമെങ്കിൽ ഒരു 1000 കോടിയെങ്കിലും കളക്ട് ചെയ്യണ്ടേ. അപ്പോൾ 800 കോടി കളക്ട് ചെയ്യണ്ടേ. അങ്ങനെ കളക്ട് ചെയ്താലേ പ്രൊഡ്യൂസർക്ക് ഒരു ലാഭം കിട്ടും. നല്ല ലാഭം കിട്ടണമെങ്കിൽ ഒരു 1000 കോടിക്ക് മേലെ കളക്ട് ചെയ്യണം. അപ്പോ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ വിജയുടെ ഒരു മാർക്കറ്റ് മൂല്യം എന്ന് പറയുന്നത് അത്രത്തോളം ഇല്ല എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? വിജയുടെ കേൾക്കരുത്. വിജയ് ഫാൻസ് കേട്ടാലും കേട്ടില്ലെങ്കിൽ അത് സത്യമാണ്. അങ്ങനെ താരമൂല്യം ഇല്ലാത്ത ഒരാൾ. താരമൂല്യമുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ചേട്ടാ, എനിക്ക് 100 രൂപ ഉണ്ടാക്കാൻ കഴിവുണ്ട്. ഇത് ഉണ്ടെന്ന് പറഞ്ഞ് ഞാനൊരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയിട്ട് 1000 രൂപ എനിക്ക് ശമ്പളം തരണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഞാൻ ഈ സ്ഥാപനത്തിൽ വന്നിട്ട് എനിക്ക് ചേട്ടാ 100 രൂപ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് എന്ന് പറയുമ്പോൾ അയാൾ ശരി നീ ഉണ്ടാക്കുക, ഒരു മാസം 100 രൂപ ഉണ്ടാക്കുക, ഞാൻ നിനക്ക് 1000 രൂപ ശമ്പളം തരാം എന്ന് പറഞ്ഞാൽ അയാൾ മുടിഞ്ഞു പോകില്ല ഇല്ലേ? 100 രൂപ എനിക്ക് ഉണ്ടാക്കാൻ കഴിവുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് ശമ്പളം മേടിക്കണം. ഞാൻ പറഞ്ഞു വന്നത് അതാണ്. അതായത് വിജയ് ഈ ശമ്പളം കൂട്ടി മേടിക്കുന്നു എന്ന് പറയുന്ന അവിടെ വരുന്ന ആരോപണങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ശമ്പളം കൂട്ടി മേടിക്കുന്നു. ശമ്പളം കൂട്ടി മേടിക്കുന്നത് എന്തിനാണ് വിജയ് ശമ്പളം കൂട്ടി മേടിക്കുന്നത്? വിജയ്ക്ക് പറയണം. അതായത് എന്തിനാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്? ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഞാൻ പണത്തിന് വേണ്ടിയല്ല മക്കളെ, എൻ്റെ മക്കളെ സേവിക്കാൻ വേണ്ടിയാണ് വന്നത്. പണത്തിന് വേണ്ടിയാണെങ്കിൽ എനിക്ക് സിനിമയിൽ നിന്നാ മതിയല്ലോ. 275 കോടിയാണ് എൻ്റെ സിനിമയുടെ പ്രതിഫലം എന്ന് വിജയ്ക്ക് പറഞ്ഞൂടെ? അല്ല, അതല്ല, കൃത്യമായ അവസരം ഇതാണെന്ന് വിജയിക്കറിയാം. അത് തന്നെ രാഷ്ട്രീയമാണ്. ഇപ്പൊ 275 കോടി പ്രതിഫലം വാങ്ങിക്കുന്ന ഞാൻ എന്തിന് രാഷ്ട്രീയത്തിൽ വന്ന് ഇങ്ങനെ പണിയെടുക്കണം? അത് മക്കളെ സേവിക്കാനാണ് എന്നതിലൊരു രാഷ്ട്രീയം ഇല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അതാണ് രാഷ്ട്രീയം. ഈ വിജയ്ക്ക് 275 കോടി കൊടുക്കുന്നത് വിജയുടെ ബിനാമിയാണെന്ന് രാഷ്ട്രീയക്കാർ പറയും. മനസ്സിലായില്ലേ? രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഇനി വിജയ്ക്കെതിരെ പെണ്ണ് കേസ് വരും, ടാക്സിന്റെ പ്രോബ്ലം എല്ലാം. അതാണ് രാഷ്ട്രീയത്തിന്റെ ഒരു ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. വിജയ് ഇപ്പോൾ ഒരു ട്രോൾ ഫിഗർ ആയിട്ടൊക്കെ അവിടെ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മൾ പറയാൻ വന്നത്. അപ്പൊ അതിന്റെ ഇൻട്രോ ആണ് ഇത്രയും കൂടി പോയത്. ഇപ്പൊ തന്നെ തെറിവിളി വരും, നീ അയാളെ വല്ലതും പറയാൻ ചോദിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ഈ വിജയ് ഇപ്പോൾ ഒരു ഓണാശംസ നേർന്നു. അതിന് നേരെ ട്രോളിന്റെ പൂരമാണ്. ഇതാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയുള്ള ഒരു കുഴപ്പം. രജനീകാന്തൊക്കെ ഇത് അനുഭവിച്ചതാണ്. രജനീകാന്തിന്റെ അത്രയും സ്റ്റാർഡം തമിഴ്നാട്ടിൽ ആർക്കും ഇല്ല. അത്തരത്തിൽ പീക്ക് സ്റ്റാർഡത്തിൽ നിൽക്കുന്ന സമയത്ത് രജനീകാന്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ അങ്ങേരുടെ കരിയർ തന്നെ നശിച്ചു പോകുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോയി. രജനീകാന്തിനെ ട്രോൾ ചെയ്യാനും കൈയും കണക്കുമില്ല. ഇപ്പൊ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ വിജയ് ഇന്നലെ ഒരു ഓണാശംസ ഇട്ടു. ഇനിയ മലയാള മക്കൾക്ക് ഒരു ഓണാശംസ തമിഴ് മക്കൾ എടുത്തു കൊടുത്തു. എന്താ സംഭവം? അതായത് അദ്ദേഹത്തിന്റെ ഓണാശംസ വന്നതിന് ശേഷം അദ്ദേഹം ഈ തമിഴ്നാട്ടിലെ വിനായക ചതുർത്ഥി, അതുപോലെ തമിഴിൻ്റെ പുതുവത്സരം ഉണ്ടല്ലോ, അപ്പോഴൊന്നും വിജയ് ആശംസ നേർന്നിട്ടില്ല. ഓണത്തിന് ആശംസ നേർന്നു. അതിനെതിരെയാണ് അദ്ദേഹത്തിനെതിരെ ട്രോൾ വരുന്നത്. അത് എനിക്ക് തോന്നുന്നത് തമിഴ്നാട് കഴിഞ്ഞാൽ വിജയ്ക്ക് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് കേരളത്തിലാണ്. തമിഴ്നാട് കേരളം മാത്രമേ ഉള്ളൂ. പിന്നെ ഓവർസീസിൽ നല്ല ഫാൻസ് ഉണ്ട്. മൊത്തത്തിൽ വിജയ്ക്കെതിരെയുള്ള ഒരു അങ്ങനെ തോന്നുന്നുണ്ടോ? അത് മേ ബി ഞാനൊരു രജനി ഫാൻ ആയതുകൊണ്ടായിരിക്കും. ഞാൻ രജനി ഫാനാണ്. അല്ല, അങ്ങനെയല്ല, ഞാൻ കണക്കുകൾ വെച്ചാ പറയുന്നത്. തമിഴ്നാട്ടിലും കേരളത്തിലും വിജയ്ക്ക് നല്ല ഫാൻസാ. ആന്ധ്രയിലും കർണാടകയിലും നോക്കൂ,
രജനീകാന്തിനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ആന്ധ്രയിലും കർണാടകയിലും ഏറ്റവും കൂടുതൽ ഓടിയിരിക്കുന്ന തമിഴ് പടം രജനീകാന്തിന്റെ സിനിമയാണ്. അത് കഴിഞ്ഞാൽ ആന്ധ്രയിൽ സൂര്യക്ക് ഫാൻസ് ഉണ്ട്. സൂര്യക്ക് ആന്ധ്രയിൽ ഭയങ്കര ഫാൻ. ഞാൻ അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി കേട്ടോ. നോർത്ത് ബെൽറ്റിൽ പിന്നെ വിജയ് അറിഞ്ഞേ കൂടാ ആർക്കും അറിയത്തില്ല. അത് ബിയർ ബൈസെപ്സിന്റെ ഒരു പോഡ്കാസ്റ്റില് നമ്മുടെ ഈ തമിഴന്മാര് വന്നിരുന്ന് പറയും വിജയ് എന്ന് പറയുന്ന ആൾക്ക് രജനീകാന്തിനെ ഓവർകം ചെയ്യാൻ അത് ആ ഒരു സൂപ്പർ സ്റ്റാർ പദവി എടുക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറയുമ്പോൾ അവർ അറിയാം എനിക്കറിയാം വിജയ്ക്ക് ഉണ്ടല്ലേ, വിജയ് സേതുപതി നോ ഇറ്റ്സ് ആക്ടർ വിജയ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു വിഷയം ഉണ്ട് അവിടെ, സീരിയസ്ലി അങ്ങനെ ഉണ്ട്. പിന്നെ അങ്ങനെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് കേരളത്തിൽ വിജയ് കോട്ടയാണ് കേരളം, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വിജയുടെ ഒരു നല്ല പടം വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കടപുഴക്കിക്കൊണ്ട് ഇപ്പൊ അവരുടെ കയ്യിൽ ലിയോ എന്ന് പറഞ്ഞ ഫസ്റ്റ് ഡേ 12 കോടിയാണ്. 12 കോടി മോഹൻലാലിനെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. 12 കോടി അതിന്റെ ഫ്രസ്ട്രേഷൻ ഒക്കെ കേരളത്തിലെ ആൾക്കാർ അതൊന്നും സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ ഒരു തമിഴ് നടൻ വന്നിട്ട് കേരളത്തിൽ കാണിക്കുന്ന എന്താണിത് എന്ന് നമുക്ക് തോന്നിപ്പോകും. തലേന്ന് പ്രൊമോഷൻ ഞാനിങ്ങനെ കൊല്ലത്തേക്കും പോയി ലിയോയുടെ ബോർഡൊക്കെ വെച്ചിട്ട് ഭയങ്കര പാട്ടും മേളമായിട്ട്, അതായത് മലയാളത്തിലെ ഒരു വലിയ താരത്തിന് പോലും അങ്ങനെ ഒരു പ്രൊമോഷൻ ഇല്ല കേരളത്തിൽ. അത്ര മോഹൻലാലും മമ്മൂട്ടിയും ഇല്ലെങ്കിൽ പോലും വിജയുടെ ഒരു പടം വന്നാൽ കേരളത്തിലെ തിയേറ്ററുകളിൽ ജീവിച്ചു പോകുന്നു, അങ്ങനത്തെ ഒരു പടം. പക്ഷെ വിജയ് വർഷത്തിൽ ഒരു പടമേ ചെയ്യൂ. ഇപ്പൊ 69 കൂടി നിർത്താൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഇതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും അല്ലേ? അതെ. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ധനുഷ് പറഞ്ഞതുപോലെ ഒരുപാട് അറ്റാക്ക് നേരിടേണ്ടി വരും. അപ്പോൾ വിജയ്ക്കും അതറിയാം അത്തരം കാര്യങ്ങൾ ഉണ്ടാകും. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ആരോപണങ്ങൾ ഉണ്ടാകും. ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്യും. അപ്പോൾ അതിനെല്ലാം നേരിടാൻ അദ്ദേഹം സിനിമയിൽ എത്രയോ വില്ലന്മാരെ ഇടിച്ച് തകർത്ത് ജീവിതം അതിനി അങ്ങനെ മനസ്സിലായി തുടങ്ങി. അതാണ് മനസ്സിലാക്കുക. രജനീകാന്തിന് അത് മനസ്സിലായതുകൊണ്ടാണ് അദ്ദേഹം ഓടിത്തള്ളിയത്. അദ്ദേഹം ഒറ്റയ്ക്ക് ഇടിച്ച് ഒരു ഘട്ടത്തിൽ പിന്നെ ഇടിച്ച് 10-100 പേരെയൊക്കെ 100 പേരെ ഇന്ത്യൻ സിനിമയിൽ ഇടിച്ചിടാൻ ഒരാൾക്കേ പറ്റുള്ളൂ. അത് നമ്മൾ കണ്ടിരിക്കുകയും ചെയ്യും. രജനി ആയതുകൊണ്ട് നമുക്കൊരു പ്രിവിലേജ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ വിജയ്, ഇപ്പൊ ഈ വിജയ് നേരത്തെ നമ്മൾ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞതുപോലെ വിജയിയെ കുറിച്ച് ഞാൻ കേൾക്കുന്നത്, എൻ്റെ ഒരു കസിനുണ്ട്. അപ്പൊ അവൻ ഭയങ്കര വിജയ് ആരാധകനാണ്. അവന്റെ പടമൊക്കെ ഇങ്ങനെ വന്ന സമയത്ത് ഇവൻ വന്നിട്ട് ഈ സിനിമ കണ്ടിട്ട് എന്നോട് പറയും ആ പാട്ടൊക്കെ, അദ്ദേഹത്തിന്റെ പടത്തിലെ പാട്ടൊക്കെ വലിയ ഹിറ്റുകളായിരുന്നല്ലോ. ഈ പുള്ളി തുടക്കകാലത്ത് തന്നെ പാട്ടുകൾ വലിയ ഹിറ്റായിരുന്നു. അതാണ് വിജയെ കേരളത്തിൽ ഇത്രയും ഫാൻസ് ഉണ്ടാക്കാൻ കാരണം. അപ്പം ഇങ്ങനെ വന്നിട്ട് വിജയുടെ പാട്ടുകളൊക്കെ പാടുമോ, വിജയ് ഭയങ്കര സംഭവം. അപ്പം എനിക്ക് പൊതുവെ നമ്മൾ വിജയുടെ പടം തിയേറ്ററിൽ പോയി കാണാൻ പോലെ ഇടയ്ക്കെങ്ങാനും ടി വിയിൽ വരുമ്പോൾ കാണും. പിന്നീട് ഇദ്ദേഹത്തിന്റെ പടങ്ങൾ വരാം. അല്ല, അന്ന് നിങ്ങൾ പറഞ്ഞ അതേ ഇത് വിജയ് ഈ കൊള്ളത്തില്ല. വിജയ് അന്ന് ഇറങ്ങുന്ന പടങ്ങൾ ഏതായിരുന്നു? കുരുവി, സുറ, അഴകിയ തമിഴ് മകൻ, ഒരുപാട് മോശപ്പെട്ട പടങ്ങൾ. കാവലൻ, ബോഡി ഗാർഡിന്റെ തമിഴാണെങ്കിൽ ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത വളരെ മോശം ചിത്രങ്ങളാണ് വിജയ് ഇറക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഈ കുരുവി, സുറ, കാവലൻ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടൊക്കെ ഉണ്ടല്ലോ, വലിയ ഹിറ്റായിരുന്നു. അതാണ് വിജയുടെ ഇവിടുത്തെ ബേസ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ സുറയിലെയും കുരുവിയിലെ മറ്റേ പാട്ടൊക്കെ ഉണ്ടല്ലോ, പല്ലാനത്. പിന്നെ സുറയിലെ മറ്റേ ഒരു പാട്ടുണ്ടല്ലോ വിജയുടെ ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ വെച്ചോണ്ടാണ് ഞാൻ നടന്താൽ അത് റെഡി എന്നൊക്കെ പറഞ്ഞ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കാവലൻ, വിണ്ണൈ കാപ്പാൻ ഒരുവൻ. ഞാൻ ഇതൊക്കെ പറയുന്നത് എന്റെ മനസ്സിൽ പോലും അതൊക്കെ നിൽക്കുന്നുണ്ടാ. മണ്ണൈ കാപ്പാൻ ഒരുവൻ എന്ന് പറഞ്ഞ പാട്ട്. വേട്ടക്കാരനൊക്കെ ഇറങ്ങുമ്പോ അയ്യോ, ഇപ്പോഴും നമ്മൾ എവിടെയെങ്കിലും ആരെങ്കിലും കളിയാക്കണമെങ്കിലോ റെഫറൻസിന് ഉപയോഗിക്കുന്ന ഞാൻ അടിച്ചാൽ താങ്ങാൻ മാട്ടെ 4 മാസം തൂങ്ങാൻ മാറ്റേന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് വീട്ടിൽ പോടാ. അതാണ് ആ പാട്ടുകളുണ്ടല്ലോ, പാട്ടുകൾ വലിയ. പക്ഷെ ആ പാട്ടുകളുടെ ഒരു അഭാവം ഗോട്ടില് വളരെ മോശമായിരുന്നു പാട്ടുകളൊക്കെ. യുവൻ ശങ്കർ രാജയാണ് വളരെ മോശം. ലിയോ എന്ത് രസമായിരുന്നു പാട്ടുകളൊക്കെ. ഇതെന്താ പറയാ, മാസ്റ്റർ അല്ലേ, ബീസ്റ്റ് പാട്ടുകൾ അറബിക്കുത്തൊക്കെ എന്ത് ഹിറ്റായിരുന്നു. അതാണ് വിജയുടെ പാട്ടുകളാണ് വിജയ്. അതുപോലെ അതേ മീറ്ററിൽ വന്ന ഒരാളായിരുന്നു അല്ലു അർജുന്റെ ഒരു സമയത്തെ പാട്ടുകളൊക്കെ കേരളക്കലയിൽ ആഞ്ഞടിച്ചിരുന്നത് ഓർമ്മയില്ലേ? ഡാൻസ്, പാട്ട്, മാറ്റി പാടിയാൽ തന്നെ നല്ല രസമാണ്. അതേ മീറ്ററിൽ വന്നാണ് സൂര്യ. പിന്നീട് സൂര്യയും ഹാരിസ് ജയരാജ്. അയ്യോ, സൂര്യയും ഹാരിസ് ജയരാജ് ചെയ്ത അയൻ, ആദവൻ, ഏഴാം അറിവിലേക്ക് പാട്ടുകൾ. പിന്നെ ഒരു ഗംഭീര ഒരു സിനിമ ഉണ്ടല്ലോ, വാരണമായിരം. അതൊക്കെ അതേ മീറ്ററിൽ വന്നതാണ്. ഇപ്പോഴും ഞാൻ പറയട്ടെ, ഇപ്പോഴും തമിഴ്നാട്ടിൽ വിജയ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻസ് കേരളത്തിലുള്ള സൂര്യക്കാണ്. സൂര്യയുടെ നല്ലൊരു സിനിമ വന്നാൽ സൂര്യയുടെ ഫാൻ പവർ നമുക്ക് അതിഭീകരമായിട്ട് അറിയാം. കാലത്ത് വിജയ് സൂര്യ ഫാൻസ് ഭയങ്കര ഫൈറ്റ് ആയിരുന്നു. ഇപ്പൊ അത് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ, സൂര്യയുടെ നല്ലൊരു സിനിമ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സൂര്യയുടെ ഒരു പൊട്ടൻഷ്യൽ എന്താണെന്ന് കേരളത്തിൽ. പിന്നെ അത്ര ഫാൻസ് അണഞ്ഞിടക്കന്മാരൊക്കെ വരും. അങ്ങനെ ആയിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ടി വി കാണുന്നതിന് ഇടയ്ക്ക് പോക്കിരി എന്ന് പറഞ്ഞിട്ട് പടമുണ്ട്, ഓർമ്മയുണ്ടോ? പോക്കിരി. അതെ, അത് പോയി ഞാൻ തിയേറ്ററിൽ കാണുന്നു. അതിന് മുമ്പ് വിജയുടെ പടം അങ്ങനെ തിയേറ്ററിലൊന്നും ഞാൻ കണ്ടിട്ടില്ല.
വീട്ടിൽ ടി വിയിൽ വരുമ്പോൾ കാണുമെന്നുള്ളതല്ലാതെ പോയി കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നല്ല രസമുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ വിജയുടെ പടങ്ങളൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയി കാണാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ വിജയ് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഞാൻ വിജയുടെ പടം തിയേറ്ററിൽ പോയി കാണാൻ തുടങ്ങിയത് തുപ്പാക്കി തൊട്ടാ. തുപ്പാക്കി ഞാൻ കണ്ട തുപ്പാക്കിയുടെ 100ാം ദിവസമാണ് ഞാൻ തിയേറ്ററിൽ. അപ്പോഴേക്കും കഥയെല്ലാം അവന്മാര് പറഞ്ഞ് അത് അവിടെ സംഭവിക്കും, ഇതിവിടെ സംഭവിക്കും, എല്ലാം അറിയായിരുന്നു. തുപ്പാക്കി നല്ല പടമായിരുന്നു. തുപ്പാക്കി സസ്പെൻസ് ഒക്കെ ഉള്ള നല്ല പടമായിരുന്നു. പോക്കരി പോലെ തന്നെ വേറൊരു ലെവലിലെടുത്ത പടമാണ്. അങ്ങനെ ഇദ്ദേഹം ആളുകളുടെ മനസ്സിലേക്ക് വരുന്നു. പിന്നെ ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് വന്നത് അദ്ദേഹത്തിന് കൃത്യമായി അറിയാമല്ലോ, ഈ സമയമാണ്. കാരണം ADMKയിൽ ഒരു നേതാവില്ല, പിന്നെ ഉള്ളത് DMK ആണ്. സ്റ്റാലിൻ ആണെങ്കിൽ ഇന്നോ നാളെ സ്റ്റാലിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഉദയനിധി സ്റ്റാലിനെ അംഗീകരിക്കില്ല. ഇല്ല തൊട്ടപ്പുറത്ത് BJP വളരുന്നു. അപ്പൊ ഇവർക്ക് ഒരു രക്ഷക പരിവേഷത്തിലുള്ള ഒരാൾ വേണം. സിനിമയും തമിഴ്നാട്ടിലെ രാഷ്ട്രീയവും തമ്മിൽ എപ്പോഴും ഇടകലർന്നു പോയിട്ടുള്ള ഒരു മണ്ണാണ്. അതുകൊണ്ടാണ് MGRന് അവിടെ വിജയിക്കാൻ പറ്റിയതും ജയലളിതയ്ക്ക് തിരക്കഥ എഴുതിക്കൊണ്ടിരുന്ന കരുണാനിധിക്ക് പോലും വിജയിക്കാൻ പറ്റിയതുകൊണ്ടാണ്. അദ്ദേഹം തിരക്കഥാകൃത്താണ്. അതായത് അദ്ദേഹത്തിന്റെ പേര് കണ്ടാൽ കരുണാനിധിയുടെ പേര് കണ്ട് ആളുകൾ കയറുകയാണ്. അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതുന്നു. ഒരു കാലത്ത് രഞ്ജിത്ത് തിരക്കഥ എഴുതുന്ന സിനിമയ്ക്ക് അങ്ങനെ ഞാൻ പോയിട്ടുണ്ട്. കാരണം സ്ക്രിപ്റ്റ് എഴുതുന്ന രഞ്ജിത്താണ്. അങ്ങനെ ഞാൻ പോയിട്ടുണ്ട് സിനിമ കാണാനായിട്ട്. പിന്നെ ലോകദാസ്, അങ്ങനെ MD വാസുദേവൻ നായർ, രഞ്ജി പണിക്കർ, ഇങ്ങനെ ഒരു പത്മരാജൻ, ഇങ്ങനെ കുറച്ച് പേരുടെ ഇടക്കാലത്ത് രഞ്ജൻ പ്രമോദ് എന്ന് പറഞ്ഞ റൈറ്റർ ഉണ്ടായിരുന്നു. വളരെ കുറച്ച് പടങ്ങളിലെ അദ്ദേഹം എഴുതിയുള്ളൂ. ഓർമ്മയുണ്ടോ? ഈ നരൻ ഒക്കെ അദ്ദേഹമാണ് എഴുതിയത്. നരനൊക്കെ എഴുതിയത് രഞ്ജൻ പ്രമോദാണ്. മീശ മാധവൻ എഴുതിയത് രഞ്ജൻ പ്രമോദാണ്. പിന്നെ അദ്ദേഹം ഡയറക്റ്റ് ചെയ്യാൻ പോയി. അതോടുകൂടി പിന്നെ പുള്ളി ഇപ്പൊ സിനിമയൊന്നും എഴുതുന്നില്ല. ഡയറക്റ്റ് ചെയ്തിട്ട് ആ പടങ്ങൾ വിജയിച്ചൊന്നുമില്ല. എന്തായാലും വിജയ്ക്ക് കൃത്യമായി അറിയാം ഇതാണ് സമയം. ഈ തമിഴ് മക്കൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ജയലളിത പോയി, കരുണാനിധി പോയി, പിന്നെ സിനിമാ പശ്ചാത്തലമുള്ള ഡയറക്റ്റ് സിനിമാ പശ്ചാത്തലമുള്ള ഒരാൾ, രക്ഷക പരിവേഷമുള്ള. ഇപ്പൊ രജനീകാന്ത് വരുന്നു, പക്ഷെ അദ്ദേഹം പിന്മാറുന്നു. അപ്പോൾ ഒരു രക്ഷക പരിവേഷമുള്ള ആ റേഞ്ചിലുള്ള അത്രയും ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരാൾ വരണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഇതാണ് കൃത്യസമയം. നല്ല രാഷ്ട്രീയ പ്രവർത്തനവും നടത്തുന്നത്. കൃത്യമായി അദ്ദേഹത്തിന് അറിയാം എങ്ങനെ പോകണം. കറക്റ്റായിട്ട് അയാളുടെ ഫാൻ ബേസിന് വെച്ചിട്ട് കൃത്യമായിട്ട്. ഇപ്പൊ സമ്മേളനം നടന്നു, മാനാട് നടന്നു വിജയുടെ പാർട്ടിയുടെ. അത് മാനാട് പ്രഖ്യാപിച്ചു നടക്കാൻ പോവുക. മാനാട് എന്ന് പറഞ്ഞ സമ്മേളനം അത് പ്രഖ്യാപിച്ച് നടക്കാൻ പോവുക. ആ സമ്മേളനം ആദ്യത്തെ സമ്മേളനമാണ്. TVKയുടെ ആദ്യത്തെ സമ്മേളനം നടക്കാൻ പോവുക. അപ്പൊ അതിന് മുന്നോടിയായിട്ട് വിജയ് ലക്ഷ്യം വെക്കുന്നത്, വിജയുടെ നല്ല പ്ലാനിങ് ആട്ടോ, വിജയ് ലക്ഷ്യം വെക്കുന്നത് ഈ കൊച്ചുകുട്ടികളെയാണ്. അവരാണ് അടുത്ത വോട്ടർമാർ. വിജയ് 2026 വിജയ് ഒന്നും നടക്കില്ലെന്ന് വിജയ്ക്ക് 2036 വിജയ് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഗോട്ട് സിനിമയിൽ വിജയിൽ ഒരു സീനുണ്ട്. ശിവകാർത്തികേയൻ, സ്പോയിലർ ആണെങ്കിൽ ക്ഷമിക്കുക, ശിവകാർത്തികേയൻ ആണെങ്കിൽ വിജയ് ബാറ്റൺ കൈമാറുന്നുണ്ട്. കയ്യിലൊരു തോക്കുണ്ട്. അപ്പൊ വിജയ് വില്ലനെ പിടിച്ച് കെട്ടിയിടുമ്പോൾ ശിവകാർത്തികേയൻ അവിടെ നിൽക്കുകയായിരിക്കും ബാത്റൂമിൽ മൂത്രം ഒഴിച്ചുകൊണ്ട്. അപ്പൊ ശിവകാർത്തികേയൻ എന്താ പറയുക, ബ്രോ ഈ തുപ്പാക്കിയെ പിടിക്കുക, തുപ്പാക്കി ഇനി ഈ തുപ്പാക്കി നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പൊ പറഞ്ഞ ശിവകാർത്തികേയൻ പറയും, ശരി സാർ, നിങ്ങൾ മുഖ്യമായിട്ടുള്ള ഒരു വിഷയത്തിന് പോകണമെന്ന് എനിക്കറിയാം, അത് നിങ്ങൾ പൊക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഭയങ്കര ട്രോളായിരുന്നു അതിനൊക്കെ. എവൻ ആരാ ബാറ്റൻ കൈമാറാ? എന്റെ അണ്ണൻ, പിന്നെ എന്റെ അണ്ണന്റെ ബാറ്റൻ ശിവകാർത്തികേയൻ എന്നൊക്കെ പറഞ്ഞോണ്ടേ ഭയങ്കര ട്രോളുകളായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ അതിനകത്ത് കൃത്യമായിട്ട് വരും. അതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പൊ എന്റെ ഇതുവരെയുള്ള ധാരണ തളപതി 69 ഇറങ്ങി അതുകൂടെ ചെയ്ത ശേഷം വിജയ് രാഷ്ട്രീയത്തിൽ പോകും, 2026 ഒന്നും നടക്കില്ല എന്ന് കാണുമ്പോൾ തിരിച്ചു വരുമെന്നല്ല ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ അല്ല. വിജയ് കൃത്യമായിട്ട് 2036 വിജയുടെ ലക്ഷ്യം. അത് വിജയ് നേടും എന്ന് നമുക്ക് നോക്കാം. മുഖ്യമന്ത്രി ആകട്ടെ.